നാളെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്തിനാ സർ? ആ, പുറത്തു പോയിട്ട് തനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാടോ. എനിക്ക് എന്തിനാ ഇപ്പൊ ഡ്രസ്? അതല്ലടോ, ഈ രാത്രിയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിട്ടേ നല്ല കോട്ടന്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം. ഈ നൈറ്റ് ഡ്രസ് പോലത്തെ. അയ്യേ, എനിക്കൊന്നും വേണ്ട. ആ, ഈ നൈറ്റ് ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോ ഉടനെ തന്നെ അയ്യെന്ന് പറയേണ്ട കാര്യം എന്താ? എടോ, ഇപ്പൊ എന്റെ ഷർട്ട് എടുത്തിട്ടിട്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എടോ, ഇതുപോലത്തെ നൈറ്റ് ഡ്രസ് കിട്ടും, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. എന്നാലേ എനിക്ക് വേണ്ട. അല്ലെങ്കിലും ഈ ഡ്രസ് സെൻസിന്റെ കാര്യത്തിൽ തന്നെ എനിക്കൊന്ന് മാറ്റിയെടുക്കാനുണ്ട്. അതുപോലെ തന്നെ താനെന്തിനീ മുഴുവൻ നേരം സാരി എടുത്തുകൊണ്ട് നടക്കുന്നേ? തനിക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? മാറ്റിയിട്ടെന്താ? വേണമെങ്കിൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ എടുക്കാം. ജീൻസും ടോപ്പോ ചുരിദാറോ അങ്ങനെ എന്തേലും. സാറിന്റെ പ്രശ്നം എന്താ? എനിക്ക് ഞാനിടുന്ന ഡ്രസ്സുകളെല്ലാം ഓക്കെ. ഇനിയിപ്പോ അത് മാറ്റാനൊന്നും നിൽക്കണ്ട. പിന്നെ സാറിന്റെ ഡ്രസ്സ് ഞാനൊരു കൗതുകത്തിനെടുത്ത് ഇട്ടു എന്നുള്ളത് ശരിയാ. എന്ന് കരുതി അതുപോലത്തെ ഡ്രസ്സ് എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായിട്ടൊന്നല്ല. ഞാനിത് ഇപ്പൊ തന്നെ ഊരിയേക്കാം. അത് പൂരണ്ട. വേണ്ട സർ, ഊരാ. അതൊന്ന് കൈയെടുക്കില്ലേ? വേറെ ഡ്രസ്സൊന്നും പോയി വാങ്ങിക്കണ്ട. ഇതുപോലെ തനിക്ക് തോന്നുമ്പോ എന്റെ ഡ്രസ്സ് എടുത്തിട്ടോ. ഒരു ദിവസം സാർ ഓഫീസിലേക്ക് പോകുമ്പോ ഞാൻ കോട്ടും സൂട്ടും ഒക്കെ എടുത്തിടും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ തനിക്ക്? എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ റെഡിയാക്കി തരാടോ. അയ്യോ, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. എന്ത് ചോദിച്ചാലും അതൊന്നും വേണ്ട, വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് ഞാൻ കൺമുമ്പിൽ ഇല്ലാത്തപ്പോ കണ്ണാടി നോക്കി എല്ലാം അങ്ങ് വിളിച്ചു പറയും. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനുമില്ല. അതെന്തൊരു പരിപാടിയാടോ? അതൊക്കെ ഞാൻ വെറുതെ ചെയ്യുന്നല്ലേ സാർ. സാർ കിടന്നോ? അതെന്താ എന്റെ സംസാരം ബോറടിച്ചു പോയാ? സാറിന്റെ സംസാരം ബോറടിക്കാനോ? എനിക്കോ? അതെ, ഈ സാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ച് എന്താ ചെയ്യുന്നേ? ഒരു പ്രത്യേകത ഇല്ലാത്ത എന്നെ കുറിച്ച് പത്മ മാഡത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നന്ദിനി അത് ചെയ്തു, ഇത് ചെയ്തു, മല കയറി, കുളത്തിൽ ചാടി എന്നൊക്കെ പറയുന്നില്ലേ? അതെന്തിനാ? എടോ, അത് ഞാൻ ചുമ്മാ വിളിച്ചു പറയുന്നൊന്നുമല്ല. തനിക്കുള്ള ക്വാളിറ്റീസ് ആണ് ഞാൻ വിളിച്ചു പറയുന്നത്. സാറിന് രാവിലെ എഴുന്നേക്കണ്ടല്ലേ? കിടക്കുന്നില്ലേ സാർ? കിടക്കാം. പക്ഷേ എന്താ സാർ? ഒന്നുമില്ല, കിടക്കാന്ന് പറഞ്ഞതാ. എന്നാ കിടന്നോ. ഓക്കേ, ഗുഡ് നൈറ്റ്. പിന്നെ രാത്രി സംസാരിക്കണം തോന്നുകയാണെങ്കിൽ എന്നെ വിളിക്കണം. അല്ലാതെ ഒറ്റയ്ക്ക് രണ്ടാളുടെ റോൾ ഒന്നും ചെയ്യണ്ട. കേട്ടാ? അതെ, താൻ എന്നെ പോലെ അഭിനയിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ തല കുത്തി നിന്നാലും തന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. അതേ, എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. വിളിക്കുമല്ലോ അല്ലേ? വിളിക്കാൻ തോന്നുമ്പോഴൊക്കെ വിളിക്കാം. പറയാൻ തോന്നുമ്പോഴൊക്കെ പറയാം. കണ്ണിൽ നോക്കിയിരിക്കാൻ തോന്നുമ്പോഴൊക്കെ നോക്കിയിരിക്കാം. എന്താടോ തുടങ്ങിയോ തനിച്ചിരുന്നുള്ള സംസാരം? ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞതാ. ഈ ഗുഡ് നൈറ്റ് എന്ന വാക്കിനെ ഇത്രയും നീളമൊന്നുമില്ല. എനിക്കറിയാം കേട്ടോ. എന്ത്? എല്ലാം അറിയാം, നന്നായിട്ട് അറിയാം. കിടന്നോ. ഇങ്ങനെ തുറച്ചു നോക്കണ്ട. നോക്കിക്കഴിഞ്ഞാല്
ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. കണ്ണുമൂടും. ഇപ്പൊ എല്ലാ ദിവസവും വൈകിയാണല്ലോ എഴുന്നേക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നും എഴുന്നേക്കാൻ വൈകിപ്പോയി. ഞാൻ തന്നോട് പറഞ്ഞില്ലേ, താൻ ഈ വീട്ടിലെ ശാന്തിയൊന്നും അല്ലല്ലോ. നിർമാല്യത്തിന് നട ഓർക്കാൻ വേണ്ടി അടുക്കള ചെന്ന് കയറാൻ വേണ്ടിയല്ലേ. അത് സമാധാനത്തിൽ മതി. സാറിന് അതൊക്കെ പറയാൻ എളുപ്പാ. ദേ ഇപ്പൊ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങും. ചായ വേണം, കോഫി വേണം എന്നൊക്കെ പറഞ്ഞ്. ആ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓരോ ഐറ്റങ്ങളും പറയും. അതൊക്കെ ഉണ്ടാക്കണ്ടേ സർ? എടോ, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നേ, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലാന്ന് താനങ്ങോട്ട് പറയാൻ. അപ്പൊ അത് കേക്കില്ലോ താൻ. അങ്ങനെ പറഞ്ഞേക്കാൻ വേണ്ടി അല്ല സാർ ഞാനിത് പറഞ്ഞേ. എനിക്കിത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞതാ. ഞാൻ ചെല്ലട്ടെ സർ. ഞാനിപ്പോ അറിയാതെ ഈ ഷർട്ട് ഇട്ട് താഴെ പോയേനെ. അല്ല, ഇതിട്ട് താഴേക്ക് പോയ എന്താ കുഴപ്പം? സാറിന്റെ ഷർട്ട് ഇട്ട് ഞാൻ താഴേക്ക് പോവാനോ? അതും പത്മ മാഡത്തിന്റെ മുന്നിലേക്ക്. ഒന്ന് പോയേ സർ. അത് അത്രയ്ക്ക് പേടിയാണോ? എന്നാലേ താൻ ഈ ഷർട്ട് ഇട്ട് തന്നെ താഴേക്ക് പോയാൽ മതി. അതൊന്നും പറ്റില്ല സർ. പത്മ മാഡത്തിന്റെ മുന്നിലേക്കായാലും മറ്റാരുടെ മുന്നിലേക്കായാലും ഇതിട്ട് താഴേക്ക് പോകുന്ന പ്രശ്നമില്ല. ആഹാ, എന്നാ അതൊന്നും അറിയണല്ലോ. താൻ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതിട്ടോണ്ട് പോയാൽ മതി. അല്ലെ പോണ്ട. സർ, രാവിലെ തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. എനിക്ക് പോണം. പൊയ്ക്കോ, പക്ഷേ ഇതിട്ടുണ്ടേ പോകാൻ പറ്റും. അതെന്ത് പണിയാ? ഏത് ഡ്രസ് ഇടണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതിലൊന്നും ഇടപെടാൻ പാടില്ല. ശരി.